നായിൻ ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു ഗ്രാമമാണ്. നസ്രത്ത് പോലെ ഒന്നിനും കൊള്ളാത്ത ഒരു ഗ്രാമം. അവിടേക്ക് ഈശോയും കൂട്ടാളികളും വരുന്നു. അവര് ആ പട്ടണത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ മറ്റൊരു ജാഥ പുറത്തേക്ക് വരുന്നുണ്ട്. ശവടക്കാണ്. ഒരമ്മയുടെ ഏക മകൻ മരണപ്പെട്ടു. അവളുടെ ഭർത്താവ് മരിച്ചിട്ട് അധിക നാളായിട്ടില്ല. അവളുടെ സങ്കടം ഊഹിക്കാൻ പറ്റുമോ? ആകെപ്പാടെ 100-120 പേരുള്ള ഒരു സ്ഥലമാണ് നായിൻ. ആ സ്ഥലത്തിന് ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സങ്കടമാണ്, ദുരന്തമാണ്, ഇല്ലായ്മയാണ്, പോരായ്മയാണ്. ആ ഇല്ലായ്മ ഈശോയെ കണ്ടുമുട്ടുന്നു. ചില പിതാക്കന്മാരൊക്കെ പറയും 2 ജാഥകൾ കൂട്ടിമുട്ടുന്നു. കൊല്ലീടെന്ന വാക്കുകൂടിയൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. വിജയിക്കുന്നത് മരണമല്ല, കരുണയാണ്. ഇല്ലായ്മയല്ല, സ്നേഹമാണ്. ഈശോ ശവമഞ്ചത്തിന്മേൽ തൊട്ടു എന്നൊക്കെ വായിക്കുമ്പോൾ എൻ്റെ സങ്കടത്തിലേക്ക് ഇറങ്ങി വരാൻ ഏതറ്റം വരെ പോകാനും ഈശോ തയ്യാറാണ് എന്നുകൂടി കൂട്ടി വായിക്കണം. കാരണം ഒരു യഹൂദന് ജീവനില്ലാത്ത ഒരു ശരീരത്തിലോ ശവമഞ്ചത്തിലോ ഒക്കെ തൊടുക ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എൻ്റെ സങ്കടം നായിൻ പോലെ മറ്റുള്ളവർക്ക് പ്രധാനപ്പെട്ടതല്ലായിരിക്കാം. പക്ഷേ അവിടേക്ക് എത്താൻ ഈശോ ഏതറ്റം വരെയും പോകും. എൻ്റെ സങ്കടത്തിലേക്കും ഇല്ലായ്മകളിലേക്കും പാപത്തിലേക്ക് പോലും അവിടെ നിറങ്ങി വരും. ഈ പ്രത്യാശയോടെ ഇന്ന് നമുക്ക് ജീവിക്കാം.